ഇന്നൊക്കെ ഇവിടെ ഉണ്ടില്ല ഒരാൾ ട്രാക്കിൽ അവിടെ കിടക്കുന്നുണ്ടോ, അതുകൊണ്ട് ട്രെയിൻ ഇവിടെ ബ്ലോക്കായി. ആത്മഹത്യാ ശ്രമം എന്തോന്ന് അറിയില്ല. അത് നോക്കി അവിടെ ഉണ്ടോ ട്രാക്കിൽ ഒരാൾ കിടക്കുന്നത്, അയാളെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. വെള്ളമടിച്ച് വീണാൽ ഒന്നും അറിയില്ല, വെള്ളമടിച്ച് വീണാണോ ആത്മഹത്യാ ശ്രമം എന്തോന്നും അറിയില്ല. ഓക്കെ, ബാത്റൂമിൽ വരെ ആളുകൾ ഇരിക്കണ്ടോ, ഇത്രയും കട്ട തിരക്കാണ്. ബാത്റൂമിലാണ് ആളുകൾ ഇരിക്കണത്. നോക്കി ഇപ്പോൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ എനിക്കതാ നേരെ മുന്നോട്ടേക്ക് പോകണം, അവിടെയും ക്ലോസ് ആണ്. ഈ ഒരു ബാത്റൂമാണ്, ഇതിനുള്ളിൽ ആരോ ഉണ്ട്. ഈ ഒരു ബാത്റൂം കംപ്ലീറ്റ് ആളുകൾ കേട്ടോ. വേറെ എന്താ ബിരിയാണില്ലേ? ബിരിയാണിയൊക്കെ ഉണ്ട്, ചിക്കൻ പൊരിച്ചോ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കട്ടോ. ഇത് നോക്കിയാൽ നമ്മൾ നേരത്തെ വാങ്ങിയ ഒരു നോർമൽ ചാവലാണ്. ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. നല്ല അടിപൊളി സാധനങ്ങൾ കണ്ടിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ആലുവിൻ്റെ ഒരു കറി ഉണ്ട്, പിന്നെ ആലു ഭുജി ഉണ്ട്, പിന്നെ ഇത് ഫിഷ് കറി കേട്ടോ. നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്, ഫിഷ് കറി എടുക്കാം അല്ലെങ്കിൽ അണ്ടാക്കറി എടുക്കാം. ഇവിടെ ആകെ അടിയായിട്ടോ. ഇതൊരു സ്റ്റേഷൻ ആളുകൾ കയറിയാണ് കംപ്ലീറ്റ്. ഈ സ്ഥലത്തൊക്കെ ഇവർ കംപ്ലീറ്റ് ആധിപത്യം ചെലുത്തുണ്ട്. ഇതൊക്കെ ആളുകൾ കയറി വരുന്നത്. നിങ്ങൾ ഈ ഒരു സ്ക്രീൻ ഉണ്ടോ, ഇത് ഹിജഡയാണെന്ന് പറഞ്ഞിട്ട് ആളുകളെ പൈസ കുറ്റി പിടിച്ച് വാങ്ങാം കേട്ടോ. ഇത് സാധാ നോർമൽ ചേച്ചിനാണ്. ചില ആൾക്കാർ ഇതൊക്കെ ഇതൊരു ശരിക്കും എമർജൻസി ഡോറാണ്, ഇതിനുള്ളിൽ കൂടെ ഒക്കെ ഉണ്ട് കയറിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ഈ സ്ഥലത്ത് കയറിയിട്ട് ലഗേജ് ഇവിടെ വെച്ചുകൊണ്ട് കയറിയ സമയത്ത് തന്നെ കേരളത്തേക്ക് പോകുന്ന കുറച്ച് ആളുകളുണ്ട്, ആസാമികളാണ്. ഒരാൾ അവിടെ ബോധം കെട്ട് വീണ്. ഞാൻ കരുതി എന്തെങ്കിലും പറ്റിയെന്ന് കരുതിയില്ല. ഞാൻ ഉടനെ പോലീസിനെ വിളിച്ച്. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കിടക്കുന്നുണ്ടോ. ഇതാണ് ട്രെയിനിലെ അവസ്ഥ. ഒരു ദിവസം കഴിഞ്ഞു. ഞാനിതാ ഇതേ ഒരു ഇരിപ്പിലായിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നത്. എൻ്റെ മടിയിൽ ആരാ കിടക്കണമെങ്കിൽ ഇങ്ങനെ രണ്ടാൾ കിടക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ ജനറൽ ടിക്കറ്റ് എടുത്തതോ ആകെ മൂഞ്ചി കിടക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ സ്ലീപ്പർ കൺഫേം ആയില്ല. അപ്പോൾ ഇതിൽ ഗുവാഹട്ടി ടു എറണാകുളം ജംഗ്ഷനാണ് എടുത്ത്. ഇപ്പോൾ സമയം 12:15. ഞാൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഇതൊക്കെ ഞാൻ സ്ലീപ്പിംഗ് ബാഗ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കും കേട്ടോ. നല്ല കൊതുകുണ്ട് ഈ ഒരു ഏരിയയിൽ, കാരണം ഇവിടെ നോക്കിയാൽ ഫാനൊന്നുമില്ല. നോക്കിയാൽ ഗൂഗിൾ മാപ്പ് നോക്കി വന്നാൽ കേട്ടോ പണി കിട്ടണം. ഇങ്ങനെ തന്നെ വേണം. ഇത് നോക്കി എങ്ങോട്ട് എത്തിയണോ നോക്കിയോ ഗൂഗിൾ മാപ്പ്. സംഗതി ഇത് കറക്റ്റ് ആവും, കാരണം അവിടെ റെയിൽവേൻ്റെ ഒരു ഫ്ലാഗ് ഇങ്ങനെ കാണണ്ടേ. ടിക്കറ്റ് ഡോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇവിടെ നാരങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നമ്മൾ നാഗാലാൻഡ് പോയി എക്സ്പ്ലോർ ചെയ്തു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഈ ഒരു ലൊക്കേഷനിലേക്ക് വന്നിട്ടോ. ഇവിടെ ആയിരുന്നു സൈക്കിൾ വെച്ച് ഇതുണ്ടല്ലേ. അപ്പോൾ സൈക്കിള് ലഗേജൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുവാഹട്ടി പോകണം, അവിടുന്ന് പാർസൽ ചെയ്യണം കേട്ടോ സൈക്കിള്. അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ അതിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് സ്റ്റേ തന്ന ആളെ എൻ്റെ പ്രൈവസി വാണിജ്യം കാണിക്കില്ലാന്നല്ലോ. അപ്പോൾ ഇന്ന് ഇഷ്യൂ ഒന്നുമില്ല, ഓക്കെയാണ്. അപ്പോൾ മൂപ്പര് ഇവിടെ നിലമ്പൂരിലാണ്, അഖിലെന്ന് പറയും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹോസ്റ്റ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു, ധന്യവാദ്. ജയ് ജവാൻ, ജയ് കിസാൻ. ഓക്കെ ഓക്കെ. മൂപ്പര് വേറെ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ നാളെ മൂപ്പര് കേരളത്തിൽ പോവാണ്. ഞാനും അതേ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിങ്ങനെ കിട്ടുമോ അറിയില്ല. കിട്ടി കഴിഞ്ഞാൽ ഒപ്പം എന്ന് വെച്ചാൽ എൻ്റെ എന്തായാലും വെയിറ്റിംഗ് ലിസ്റ്റാണ്. മൂപ്പര് RIC ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയാൽ മൂപ്പര് സൈക്കിൾ ഓടിച്ചിരുന്നുണ്ട്. നല്ല മഡ് റൈസാണല്ലോ ഞങ്ങളുടെ പോയിക്കണേ. നോക്കിയാൽ നല്ല കാട്ടിയും മണ്ണ് പ്രശ്നമില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രൗഡ് കേട്ടോ, കാരണം മലയിൽ നിന്നൊക്കെ കയറി വന്ന ഒരു സൈക്കിൾ പോലെ തോന്നുന്നുണ്ട്. ഓൾറെഡി ചളിയാണ്, എന്തായാലും ഇവിടുന്ന് വിടട്ടെ കേട്ടോ. ഓക്കെ, വൺസ് മോർ താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മളെ സൈക്കിളിൻ്റെ വീണ്ടും യാത്ര ആരംഭിച്ചു. ഇവിടെ ശരിക്കും ഇന്ത്യൻ ഓയിലിൻ്റെ റിഫൈനറി കമ്പനിയാണ്. എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇതാ ഇനി ഇവിടെ ചെക്കിങ് ഉണ്ട് കേട്ടോ. ഞാൻ ഇവരോട് പറഞ്ഞിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയത്. അപ്പോൾ ഇതൊന്ന് ക്രോസ് ചെയ്യട്ടെ കേട്ടോ. ഇവരൊക്കെ നല്ല കമ്പനിയാണ്, കേരളത്തിൽ നിന്ന് സൈക്കിളായിട്ട് വന്നുകൊണ്ട് തന്നെ നല്ല അഭിപ്രായം കേട്ടോ. എന്നാലും മുന്നോട്ടേക്ക് പോട്ടെ. ഈ ഒരു ലോറിയൊക്കെ അല്ലേ ഇവിടെ ഇന്ത്യൻ ഓയിൽ റിഫൈനറിക്ക് വന്ന ലോറിയാണ്. ഇവർ ഇവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കാം കേട്ടോ. ഈ ഒരു സൈഡിലേക്ക് നോക്കി ഒരു ബിൽഡിങ്ങൊക്കെ എന്തോരം വലുപ്പമുള്ള ബിൽഡിങ്ങാണ്. എൻ്റെ ബാക്കിലൊക്കെ വലിയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. എന്ന് വെച്ചാൽ വലിയ വലിയ ഫ്ലാറ്റുകളാണ് ഈ ഒരു ഏരിയയിൽ. മുന്നോട്ടേക്ക് പോട്ടെ. ഈ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരു ചെക്കിങ് ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ നല്ല ചെക്കിങ്ങാണ്. ഈ ഒരു ഏരിയയിൽ ജീവിക്കുന്ന ആളുകൾക്ക് പാസ് ഉണ്ട്. എനിക്ക് പാസ്സില്ല, ഞാൻ ഓൾറെഡി നമ്മൾ ആർമിയില്ലേ അഖിൽ സാറ് മൊത്തം ഇവരോട് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല കേട്ടോ. ഇവിടുത്തെ ഈ റോഡിൻ്റെ അവസ്ഥയൊക്കെ ഇവിടെയൊക്കെ പൊടി മാറിയാണ്ട് അവർ ഒരു തോടിൻ്റെ കളറിനെ മാറിയുണ്ടോ.
കംപ്ലീറ്റ് പൊടിയാണ്. ഇനി നാരംഗിയിലേക്കാണ് നമ്മൾ എൻ്റർ ആവാൻ പോകുന്നത്. നോക്കി പൊടി നിറഞ്ഞ് കാൽമലൊക്കെ ചളി ആവാൻ തുടങ്ങിയിട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്ക് എൻ്ററായി. ഇവിടെ ഒരു സിഗ്നലാട്ടോ, അവിടെ നിന്ന് വരുന്ന വണ്ടികളൊക്കെ സ്റ്റോപ്പായി നിൽക്കണം. അതുകൊണ്ട് നമുക്ക് സിമ്പിളായി കടന്ന് മുന്നോട്ടേക്ക് പോവാം. ഇനിയിപ്പോൾ റോഡ് കുറച്ച് വൃത്തിയുണ്ട്. ഞാനിവിടെ ഒരു ഇന്ത്യൻ ഓയിൽ വന്നാട്ടോ. അപ്പോൾ 500 രൂപ എനിക്ക് ഹാർഡ് മണി കിട്ടി. ഞാൻ ചില സ്ഥലത്തൊക്കെ ഇതുപോലെ ചെയ്യലുണ്ട്. കാരണം നമ്മളിനി പാർസൽ ഓഫീസിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഗൂഗിൾ പേ ഇല്ലെങ്കിൽ നമ്മൾ പെടും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞാൻ ചില്ലറാക്കി 500 എൻ്റെ കയ്യിൽ വെച്ചോട്ടെ. വേറൊരു 500 ഉണ്ട്. ഹാർഡ് മണി മാക്സിമം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കയ്യിൽ വെക്കരുത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് മുഴുവൻ ആരെങ്കിലും അടിച്ച് മാറ്റിയാലൊക്കെ പ്രശ്നമുണ്ടോ. മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, അത് സോഫ്റ്റ് മണി ആയിട്ട് ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കലാണ്. ഇതിപ്പോൾ അത്യാവശ്യം ആയതുകൊണ്ടാണ്. താങ്ക് യു ഭയ്യ, താങ്ക് യു സോ മച്ച്. ഓക്കെ ഭയ്യ. അങ്ങനെ നമ്മൾ നാരങ്ങിയിലെ ടൗണിലേക്ക് എത്തി. ഇതാണ്ട് ഒരു റൗണ്ട് അബൌട്ട്. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ഗുവാഹട്ടിയാണ്. ഈ ഒരു ബസ്സൊക്കെ അല്ല മുന്നിൽ കാണുന്ന, അതൊക്കെ ഗുവാഹട്ടി പോകും. നല്ല തിരക്കാണ് കേട്ടോ. കാരണം ഇനി അങ്ങോട്ട് കുറച്ച് റിസ്ക്കാണ്, പൊടി വാറുന്ന ഏരിയയാണ്. കാരണം ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പണി ഇങ്ങനെ മുന്നോട്ടേക്ക് വരുമ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു സീനുണ്ട്, എന്തായാലും പോയി നോക്കട്ടോ. അങ്ങനെ നമ്മളെ റൈഡ് ഏകദേശം കംപ്ലീറ്റ് ആവാൻ പോകട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നേരെ നമ്മൾ ഗുവാഹട്ടിയിലേക്ക് നേരെ പോവാണ്. അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലെ പാർസൽ ഓഫീസിലേക്ക് പോയിട്ട് ഈ ഒരു സൈക്കിള് നേരെ കേരളത്തേക്ക് പാർസൽ ചെയ്യണം. കേരളത്തിലെ തൃശ്ശൂരിലേക്കാട്ടോ പാർസൽ ചെയ്യുന്നത്. കാരണം ഇവിടുന്ന് ന്യൂ തിൻസുക്കിന്ന് വരുന്ന ഒരു ട്രെയിനുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോങ് ഓടുന്ന ട്രെയിനാണ്, വിവേക് എക്സ്പ്രസ് എന്ന് പറയും. ആ ഒരു ട്രെയിനിൽ കയറ്റിക്കാണ്ട് നേരെ തൃശ്ശൂരിലേക്ക് കിട്ടും. റോഡ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടോ. ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇട്ടുകൊണ്ടാണ് പോണേ. പക്ഷേ വേറൊരു സംഗതി ഉണ്ട് കേട്ടോ, റോഡ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ കിലോമീറ്റർ കുറച്ച് കുറഞ്ഞിട്ടി. അതുകൊണ്ട് നല്ല ഇങ്ങനെ ഒരു റോഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് നോക്കി വന്നാട്ടോ. പണി കിട്ടണം ഇങ്ങനെ തന്നെ വേണം. ഇത് നോക്കി എങ്ങോട്ട് എത്തിയണോ നോക്കി ഗൂഗിൾ മാപ്പ്. സംഗതി ഇത് കറക്റ്റ് ആവും. കാരണം അവിടെ റെയിൽവേൻ്റെ ഒരു ഫ്ലാഗ് ഇങ്ങനെ കാണണ്ടേ. ഫ്ലാറ്റ് റോഡിലൂടെ വന്ന് എനിക്ക് ഇതാ നല്ല കയറ്റാട്ടോ അപ്പോൾ കിട്ടീന്. നമ്മോ നെയ്യത് കയറി മുകളിലെത്തിട്ടെ. ഈ ഒരു കയറ്റാട്ടോ ഞാൻ കയറി വന്നേ. ഏതായാലും കയറി വന്നല്ലേ. കയറി വന്നപ്പോൾ ഞാൻ കുഴങ്ങി. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സാധനം ഇവിടെ ഉണ്ട്, ഓറിയ ഉണ്ട് കേട്ടോ. 10 രൂപേൻ്റെ 2 ഓറിയ വാങ്ങിയാണ്ട് ഇങ്ങോട്ടേക്കാണ് ഇനി വഴി കാണിക്കുന്നത്. എനിക്ക് എവിടെയാണ് റോഡ് പേച്ചാന്നൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ. ഒരു പാലുണ്ടായിരുന്നു, ആ പാലം കയറാതെ വന്നപ്പോൾ എന്താ കിട്ടിയ സമ്മാനം ഉണ്ടത്. ഒരു കയറ്റം കയറി ഇതാ ഉള്ളിൽ വില്ലേജിലൂടെ ഇങ്ങനെ പോകാം. മൊത്തം പോട്ടുള്ളാട്ടോ. എനിക്കിത് അതിനുള്ളിൽ കൂടെ പോയാൽ മതി. ഇപ്പുറത്തെ റെയിൽവേ സ്റ്റേഷനാണ്. ഗൂഗിൾ മാപ്പ് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞാട്ടോ കാണിക്കണേ. ഞാൻ പോകുന്ന വഴിക്ക് പരിചയപ്പെട്ട. ഹായ്, നൈസ് വീഡിയോ. നാം ക്യാ? ഓക്കെ ഓക്കെ, ഫ്രം കേരള. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് പരിചയപ്പെട്ടോ. ഇനി ഇതാ അങ്ങോട്ട് അടിക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഈ പാലത്തിൻ്റെ അടി കൂടെ പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെ പോയ വഴിക്ക് ചാടിട്ടോ. ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ പാർസൽ ഓഫീസിലേക്ക് എത്തും. ഞാൻ ഇന്ന് രാവിലെ ഇതിലൂടെ നടന്നും പോയി പിന്നെ ഒരു ഷെയർ ടാക്സി പിടിച്ചിട്ട് നാരംഗിക്ക് പോയത്. നേരെ വല്ലാത്തൊരു വരവായി. പോയി നോക്കട്ടോ. ഗൂഗിൾ മാപ്പ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മിണ്ടാക്കളാ ഗൂഗിൾ മാപ്പ് എന്ന് പറയേണ്ട അവസ്ഥയാണ്. കാരണം ഇതിപ്പോൾ എനിക്ക് അറിയുന്ന സ്ഥലമാണ്. ഇനി ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എൻ്ററാവും. എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് പാർസൽ ഓഫീസിലേക്ക് എൻ്ററാൻ പറ്റും കേട്ടോ. നല്ല ആളുകളാണ്. ഈ ഒരു ഇതാണ് ഇവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ് കണ്ടെത്താൻ. നമുക്ക് നല്ല ആളുകൾ കേട്ടോ. ഇങ്ങനെ പോട്ടെ. അവിടെ ഉണ്ടോ ഗുവാഹട്ടിയിൽ നിന്ന് ഇതിന് പിന്നെ ട്രെയിൻ വരുന്നതിന് ബോർഡൊക്കെ ഉണ്ടോ. ഇതന്നെ ലൊക്കേഷൻ. ഭയങ്കര തിരക്കാട്ടോ. ഇന്നെന്താ അറിയില്ല, ഭയങ്കര തിരക്ക് ഈ ഒരു സമയം. നേരെ പോട്ടെ. അവസാനം എനിക്ക് വേറൊരു വഴി കിട്ടിട്ടോ. ഈ വഴി ഞാൻ ആദ്യമായിട്ട് കാണാണ്. ഇതിലൂടെയാണ് പാർസൽ ഓഫീസിലേക്ക് ഒഫീഷ്യൽ എൻട്രൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ അവിടേക്കൊക്കെ വന്നിട്ട് സാധാ സൈക്കിളും ഒരു പെഡസ്ട്രീൻ്റെ രൂപത്തിൽ കൂട്ടിയാണ്ട് കടത്തി വിട്ടൂടെ. അടുത്ത ആളുകളെ ഇടയ്ക്കൊക്കെ ഒരു വെറുപ്പിക്കലാട്ടോ പോലീസുമാരാ. ഇംഗ്ലീഷ് അത്ര അറിയില്ല. ഞാനപ്പോൾ അവരോട് സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. ചിലവർക്ക് അറിയും ചെയ്യട്ടോ. നമ്മളിവിടെ പാർസൽ ഓഫീസിലെത്തിയാണ്. ഇതാ സൈക്കിൾ ഇവിടെ എത്തി. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് പാർസൽ ചെയ്യാനുള്ള പ്രൊസീജിയറൊക്കെ ചെയ്യാനുണ്ടോ. എത്ര റുപ്യ ആവുമെന്ന് അറിയില്ല. നാളെയാണ് ട്രെയിന്. നാളെ തന്നെ കയറുമെന്നുള്ളതൊന്നും അറിയില്ല. വെയിറ്റ് ചെയ്യട്ടെ. എന്തായാലും ഈ ലഗേജൊക്കെ ഒന്ന് സെറ്റാക്കി നിൽക്കട്ടെ കേട്ടോ. കുറച്ച് കിലോമീറ്ററൊക്കെ കുറഞ്ഞിട്ട് ഞാൻ ഇതിലൂടെ ചുറ്റി വന്നത്. ഇതിലൂടെ വരില്ലായിരുന്നു പോലീസ്. ഇതൊക്കെ ഞാൻ ആധാർ കാർഡിൻ്റെ കോപ്പിയും ആധാറിൻ്റെ ഒറിജിനലിൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ പാർസൽ ചെയ്യുക. പിന്നെ ഒരു കോപ്പി ഇവിടുന്ന് കിട്ടും പാർസൽ ഓഫീസിൽ. ഇവിടുത്തെ ആളുകളെ വളരെ മോശം കേട്ടോ. തീരെ സ്പീഡില്ല, കാര്യങ്ങൾ ടക്കിന് നീക്കണില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നോട് കുറച്ചും കൂടെ പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ഒരു ഓഫീസറില്ല അവിടെ ഇരിക്കണം, ഒരു വെള്ള ഷർട്ട് ഇട്ട അയാൾ എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാം കേട്ടോ. ഇത് ഫോം ഫില്ല് ചെയ്യാൻ നിർബന്ധമാണ്. അപ്പോൾ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് ഇതാ ഈ ഒരു ഫോമിലേക്ക് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയ്യ ഉണ്ട്. താങ്ക് യു ഭയ്യ, ധന്യവാദ്, ശുക്രിയ. ഭയ്യ നമ്മളെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ.
അപ്പോൾ ഇത് ഫില്ലാക്കിയിട്ടതാ അവിടെ ഓഫീസർ കൊടുക്കണം. അപ്പോൾ ഈ ഒരു സെയിം അഡ്രസ്സ് ഇവിടെ നമ്മളെ പേര്, ഇവിടെ നിന്ന് നമ്മൾ അയക്കുമ്പോഴുള്ള അഡ്രസ്സ്, പിന്നെ റിസീവ് ചെയ്യാനുള്ള അഡ്രസ്സ്. കാരണം അയക്കൊണ്ടും റിസീവ് ചെയ്യേണ്ടതും ഒന്നായതുകൊണ്ട് ഞാൻ തന്നെയാണ് സെയിം അഡ്രസ്സ് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മളെ സൈക്കിളെ ഇവിടുന്ന് പാർസൽ ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു ലഗേജ് ഉണ്ട് കേട്ടോ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏറ്റി നടക്കൽ. ഇനി നാളെയാണ് ട്രെയിന്. എങ്ങനെയുണ്ട്? ഞാനിവിടെ പോസ്റ്റ് ആയിട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കണം. വേറെ ഒന്നും പരിപാടിയൊന്നുമില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗുവാഹട്ടി ഇന്നലെ എക്സ്പ്ലോർ ചെയ്താണ്, ഇന്നും പോകണമെന്നുണ്ടെങ്കിൽ പോവാം. പക്ഷേങ്കിൽ വേറെ റിസ്ക് എന്താ വെച്ചാൽ ഈ ഒരു പാർസൽ അവിടെ, ഈ ഒരു ലഗേജ് അവിടെ എത്തും, വലിയൊരു ചോദ്യമാണ്. ഞാൻ എൻ്റെ ലഗേജ് ഇതാ ഇവിടെ വെച്ചിട്ടുണ്ടോ. ഇത് എൻ്റെ സൈക്കിളിൻ്റെ ബാക്കിൽ വെക്കുന്ന ബാഗാണ്. പിന്നെ ഒരു മുണ്ടുണ്ട്, ടെൻ്റ് ഉണ്ട്, നമ്മൾ ബാക്കിൽ വെച്ച ബോർഡ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ നാളെയാണ് ട്രെയിന് വരുള്ളൂ. അതിലേക്ക് ഞാൻ ഇവിടെ തന്നെ പോസ്റ്റ് ഉണ്ടോ, നേരത്തെ നോക്കട്ടെ. എക്സ്പ്ലോർ ചെയ്യൽ നടക്കില്ല, എന്തായാലും റിലാക്സ് ചെയ്യട്ടെ, എന്തെങ്കിലും കഴിക്കട്ടോ. വിവേക് എക്സ്പ്രസ് നാളെ ഉള്ളൂ, ഇന്നത്തെ പോയി ഡെയിലുള്ള ട്രെയിനാണ്. രണ്ടില്ല പ്ലാറ്റ്ഫോമിൽ ഇതേപോലത്തെ കടകൾ ഇട്ടിട്ടോ. ഞാൻ 20 റുപ്യേൻ്റെ ഒന്നെടുത്തേക്കണം. ബൈ അയ്യേക്കില്ല അതിന് 20 റുപ്യ കേട്ടോ. പിന്നെ ഇതൊക്കെ കുറച്ചൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും, കാരണം ഇവർക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ആ കട ഇടുമ്പോൾ അതിൻ്റെ ടാക്സ് ഉണ്ടാവും, അതൊക്കെ ധീമ ചാമ്പിയിട്ടായിരിക്കും അവർ പറയും. 20 റുപ്യക്ക് ആകെ കുറച്ചുണ്ടാവുള്ളൂ. ഇതാണില്ലേ ബിക്കാജിന്ന്, ഈ ബിക്കാജി ആളുകളില്ലേ എനിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ലേസ് കാര്യങ്ങളൊക്കെ തന്നില്ല. അവരൊക്കെ ഇപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കണ്ടോ വെസ്റ്റ് ബംഗാളിലൂടെ പോകുന്ന സമയത്ത് ഇവിടെ റെസ്റ്റ് ചെയ്യാം. ഇത് പ്ലാറ്റ്ഫോം 1 ഉണ്ടോ. ഞാൻ എൻ്റെ ലഗേജും കാര്യങ്ങളും ഇവിടെ വെച്ചാണ്ട് ഇപ്പോൾ ഇവിടെ കുത്തിരക്കാണ്. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. ചോറുണ്ടായിരുന്നു. 70 റുപ്യക്ക് ഇവിടെ ഒരു ചാവലുണ്ട്, നമുക്ക് എത്രയും കഴിക്കാം. ചാവൽ എത്രയും കിട്ടും, കറിയൊക്കെ കിട്ടും. അപ്പോൾ അത് കഴിച്ച് ഞാൻ ഒന്ന് റിലാക്സ് ആയി ഇവിടെ ഇരിക്കട്ടോ. ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഒരു ചാർജിങ് സ്പോട്ട് ഉണ്ട്. അപ്പോൾ ഫോണും വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചാർജ് ചെയ്യാം. ഈ ഇരുത്തം കണ്ടിട്ട് നോക്കണ്ട കേട്ടോ. നാളെയാണ് ട്രെയിന്, രാവിലെ ട്രെയിന്. അപ്പോൾ സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, ടെൻ്റ് അടിക്കണമൊന്നുമില്ല. സ്ലീപ്പിംഗ് ബാഗ് ഇവിടെ വിരിച്ചിട്ട് കിടക്കും കേട്ടോ. കുറച്ചിങ്ങനെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതാ ഒരുപാട് ആളുകൾ പല സ്ഥലത്തേക്കും പോകുന്നതിനൊക്കെ. ഈ ഒരു ട്രെയിനുണ്ടോ, ഇതിപ്പോൾ ഇവിടെ വന്ന് നിർത്തിയതാണ്. ഇത് നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളിൽ നിന്ന് ആരോ ഒരു സ്വിച്ച് നെക്കിയതാട്ടോ. ഇവിടെ കംപ്ലീറ്റ് വെള്ളം തെറിപ്പിച്ചു. ഇതൊക്കെ നല്ല വെള്ളമാവാൻ ഒരു സാധ്യതയില്ല കേട്ടോ. പിന്നെ ഞാനിവിടെ കട്ട പോസ്റ്റായി നിൽക്കുകയാണ്. ഇപ്പോൾ നാളെ രാവിലെ പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് പരിചയപ്പെട്ടാണ്. നൈസ് ടു മീറ്റ് യു ഭയ്യ. ഇവന് നമ്മളെ ഫ്ലഡൊക്കെ വരുന്നതിന് മുന്നേ, കേരളത്തിൽ ഫ്ലഡൊക്കെ വരുന്നതിന് മുന്നേ അവിടെ വന്ന് ജോബ് ചെയ്ത ആളാണ് കേട്ടോ. കേരളത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. നല്ല സ്നേഹം കേട്ടോ. കേരളക്കാരെന്ന് പറയുമ്പോൾ തന്നെ ഇവർക്ക് നല്ല എന്താ പറയുക, നല്ലൊരു നമ്മളോട് അടുപ്പാണ്. ഇപ്പോൾ സമയം 12:15 ഞാൻ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഇതൊക്കെ ഞാൻ സ്ലീപ്പിംഗ് ബാഗ് എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കട്ടോ. നല്ല കൊതുകുണ്ട് ഈ ഒരു ഏരിയയിൽ, കാരണം ഇവിടെ നമുക്ക് ഫാനൊന്നുമില്ല. ആ ഒരു ഏരിയയിൽ ഫാൻ കൊണ്ടിട്ട് ആൾക്കാർ കിടക്കുന്നുണ്ട്. ആ ഒരു ഏരിയ കണ്ടില്ല, താഴെ ഭാഗത്തൊക്കെ ആയിട്ട് ആളുകളുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ആകെ പണി കിട്ടി കിടക്കുകയാണ്. ഒന്നാമത്തെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ടിക്കറ്റ് കൺഫേം അല്ല. അതുകൊണ്ട് ഞാൻ മേക്ക് മൈ ട്രിപ്പിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ടിക്കറ്റ് കൺഫേം അല്ലാത്തതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ജനറൽ പിടിച്ചുകൊണ്ട് പോകേണ്ടി വരും കേട്ടോ. അതൊക്കെയാണ് അവസ്ഥ. ഇപ്പോൾ സമയം ഏകദേശം 5:30 മണിയായി. ഞാനിതാ ഇതിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇന്ന് നോക്കണ്ട. അവിടെ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. നമ്മൾ പോകുന്നത് ഒരു വിവേക് എക്സ്പ്രസ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിന് ഷോ ചെയ്യണില്ല. 22504 അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 6:50 ഇവിടെ വരും കേട്ടോ. എനിക്കറിയില്ല. ഞാൻ വേറൊരു കോമഡി എന്ന് വെച്ചാൽ ജനറൽ ടിക്കറ്റ് എടുത്ത് നിൽക്കാം കേട്ടോ. ഇത്ര ലോങ് എങ്ങനെ പോകുന്ന ഞാൻ ആലോചിച്ചത്. വിവേക് എക്സ്പ്രസ് ഇതിലാണ് നമ്മൾ പോകുന്നത്. അതും ജനറൽ ടിക്കറ്റ്. മറ്റേത് സ്ലീപ്പർ എടുത്ത് കൺഫേം ആയിട്ടില്ല. ഇതാണ് ഈ ഒരു ലഗേജ് ആയിട്ട് എങ്ങനെ പോകുന്ന അറിയില്ല, നോക്കാം. അങ്ങനെ ഫൈനലി ഇതാണ് എൻ്റെ ഒരു അവസ്ഥ കേട്ടോ. ഞാനിപ്പോൾ കൗണ്ടറിൽ പോയിക്കാണ്ട്, ടിക്കറ്റ് കൗണ്ടറിൽ പോയിക്കാണ്ട് അൺറിസേബിൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ ജനറൽ ടിക്കറ്റ് എടുത്തതാ ആകെ മൂഞ്ചി കിടക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ സ്ലീപ്പർ കൺഫേം ആയില്ല. അപ്പോൾ ഇതിൽ ഗുവാഹട്ടി ടു എറണാകുളം ജംഗ്ഷനാണ് എടുത്ത്. ഏകദേശം 640 റുപ്യ കേട്ടോ. മറ്റേതെങ്കിലും റീഫണ്ടായി കയറിയിട്ടുണ്ട്. ബാക്കി ഇതാണ് അവസ്ഥ, ഒന്നും പറയാൻ വയ്യ. ഞാനിതാ ഈ ഒരു ഏരിയയിലേക്ക് വന്ന കേട്ടോ. ഇവിടെ 22504 ട്രെയിനിൻ്റെ നമ്പർ. വിവേക് എക്സ്പ്രസ് എന്ന് പറയും. ഈ ഒരു പരിസരത്തേക്ക് വരും. അപ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് മുന്നിൽ 100 ഉണ്ടാവും. അത് പിടിക്കാൻ വേണ്ടി ഓടി ചാടി വന്നാണ്ട്. കാരണം എനിക്ക് ലഗേജ് എടുത്ത് ഓടി പോകൽ കുറച്ച് റിസ്ക്കാണ്. സീറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് കഴിച്ചിടാവും. ഞാനത് ലഗേജ് വെച്ച് കട്ടാം. പിന്നെ നമ്മളെ സൈക്കിൾ ഇവിടെ കാണുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ഒരു ട്രെയിനിലാണ് നമ്മൾ ശരിക്കും സൈക്കിൾ പാർസൽ ചെയ്യാൻ പോണേ. അപ്പോൾ അവർ ആ സമയത്ത് ഇവിടെ കൊടുന്ന് വെക്കലുണ്ട്. എന്താ അറിയില്ല, ഇപ്പോൾ ഈ ഒരു ട്രെയിനിൽ ഗ്യാപ്പ് ഇല്ലെങ്കിൽ അടുത്തൊരു ട്രെയിനിലായിരിക്കും ചിലപ്പോൾ അവർ പാർസൽ ചെയ്യുക. എന്താ അറിയില്ല, നോക്കട്ടെ കേട്ടോ. അവിടെയും കാണുന്നില്ല. അതങ്ങനെ ഇവിടെ ഗുവാഹട്ടിയിൽ നിന്നാ
ഈ ഒരു ട്രെയിൻ കയറിട്ടോ. കാരണം നമുക്ക് ഇവിടുന്ന് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് കിട്ടിയിട്ടുള്ളൂ. ഞാൻ ചാടി വണ്ടി ഓടി കയറിയതാണ്. ചില ആൾക്കാർ ഇതൊക്കെ ഇതൊരു ശരിക്കും എമർജൻസി ഡോറാണ്, ഇതിനുള്ളിൽ കൂടെ ഒക്കെ ഉണ്ട് കയറിയത്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ഞാൻ ഈ സ്ഥലത്ത് കയറിയിട്ട് ലഗേജ് ഇവിടെ വെച്ചുകൊണ്ട് കയറിയ സമയത്ത് തന്നെ കേരളത്തേക്ക് പോകുന്ന കുറച്ച് ആളുകളുണ്ട്, ആസാമികളാണ്. ഒരാൾ അവിടെ ബോധം കെട്ട് വീണ്. ഞാൻ കരുതി എന്തെങ്കിലും പറ്റിയെന്ന് കരുതിയില്ല. ഞാൻ ഉടനെ പോലീസിനെ വിളിച്ച് ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടോ. ആളെടുത്ത് നേരെ സീറ്റിക്ക് വെച്ചിട്ടോ, ആളെടുത്ത് കണ്ട്. ओके हाय हाय केरला केरला जाना है इधर से अच्छा केरला ओके इधर से ये जनरल में जाते हैं मैं भी है ना स्लीपर में ना टिकट लिया था लेकिन कंफर्म नहीं हो गया अभी कंपलसरी इसमें जा रहा है मुश्किल है लेकिन देखना है मज़ा है എന്തായാലും നോക്കട്ടെ കുറച്ച് കമ്പനിക്കാരൊക്കെ കിട്ടിയത് പോയി നോക്കാം. ഇവിടെ എന്താ സംഭവിക്കണ അറിയോ, ഒരാൾ ട്രാക്കിൽ വീണ കേട്ടോ. ഇനിയിപ്പോൾ അയാളെ പിടിച്ചെടുത്ത് മാറ്റണം. വെള്ളം അടിച്ച് വീണമെന്നും അറിയില്ല. ഇവിടെ എല്ലാവരും നിർത്തി നോക്കി, എല്ലാവരും പുറത്തിറങ്ങി ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ജനറൽ. ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ഒരാൾ ഛർദ്ദിച്ച് അവിടെ വീണ്. പിന്നെ അയാളെടുത്ത് വെച്ചപ്പോൾ അത് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ട്രാക്കിൽ ഒരാൾ വീണെടുക്കുന്നുണ്ട്. ഞാനിതാ ഇവിടുന്ന് സമൂസ വാങ്ങിയത് കേട്ടോ. ഇതിന് 30 രൂപയാണ്, 3 കിട്ടും. ചില ആളുകൾ 20 രൂപയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവയൊക്കെ കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഞാനെന്തായാലും ഇത് കഴിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ. വേറെ ഓപ്ഷനൊന്നും ഇല്ല, കാരണം നമുക്ക് സീറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ അവസ്ഥ എന്തായാലും അത് കഴിച്ചിട്ട് കേട്ടോ. 30 രൂപയ്ക്ക് നല്ല കിടിലൻ 5 റൊട്ടിയും പിന്നെ നല്ല ചൂടുള്ള സബ്ജിയും ഉള്ളിയും മെറിച്ചിട്ടുണ്ട് കേട്ടോ. ഇയാൾ കൊടുന്നതാണ്. എനിക്കിവിടെ സേഫായിട്ട് സീറ്റ് കിട്ടി. അപ്പോൾ ഇത് കഴിച്ചിട്ട് കാണണ്ടോ. ഞാനിപ്പോൾ ഒരു 3 സമൂസ വാങ്ങി, പിന്നെ അതേപോലെ തന്നെ 5 ഈ ഒരു റൊട്ടി വാങ്ങിട്ടോ. ഇവരൊക്കെ കേരളത്തിലുള്ള കേട്ടോ. കംപ്ലീറ്റ് ഇവരെ മേപോലെ ആക്ച്വലിയിലോ കേരള ജാതയാണ്. കേരള ഇവരൊക്കെ കേരളത്തിൽ കേട്ടോ. മുകളിൽ കുറച്ച് ആളുകളുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ കുറച്ച് നേരം നേരത്തെ ഛർദി വന്ന് സൈഡായ ഒരാളുണ്ട്, അതിൻ്റെ കൂടെ ഇങ്ങനെ കഷ്ടിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ സീറ്റ് കിട്ടി, അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. ഇത് കഴിച്ചിട്ട് കാണണ്ടോ. ഒരാൾക്കാരുണ്ട്. ഇനി പല സ്ഥലത്തു നിന്ന് പല ആളുകൾ കയറും. അവിടെ ഉണ്ടല്ലേ ചിക്കൻ ബിരിയാണി ആയിട്ട് വന്നതാണ്. ഇയാൾ നല്ല കച്ചവടം കേട്ടോ. ഇയാളുടെ അടുത്ത് നിന്ന് ഒരുപാട് ആളുകൾ വാങ്ങുന്നുണ്ട്. ഇവിടെ ആ കാട്ടിയായിട്ടോ ഇതൊരു സ്റ്റേഷനിൽ ആളുകൾ കയറാണ്. കംപ്ലീറ്റ് ഈ സ്ഥലത്തൊക്കെ ഇവർ കംപ്ലീറ്റ് ആധിപത്യം ചെലുത്തുണ്ട്. ഇതൊക്കെ ആളുകൾ കയറി വരുന്നത്. ചില സ്ഥലത്തൊക്കെ ഇവര് ഓൾറെഡി 3 ആളുണ്ടാവും. അപ്പോൾ വേറെ ആളെ ഇരുത്തുമ്പോൾ ഇവർക്ക് ദേഷ്യം പിടിക്കാം കേട്ടോ. അപ്പോൾ ഇവർ അടിച്ച് കയറി വരികയാണ്. ഓ ഇതൊക്കെയാണ് അവസ്ഥ. നോക്കെ ഇവിടെ വലിയൊരു റിവർ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം വലിയ റിവറാണ്, ബ്രഹ്മപുത്ര ഒന്നല്ല. ഇവിടെ കുറേ ആൾക്കാർ വാതിലിലവിടെ നിൽക്കാം കേട്ടോ. ഇതൊക്കെ ഇവരൊക്കെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഓരോരുത്തർ വീട്ടിൽ നിന്ന് ഓടുന്ന ഭക്ഷണമുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് മുന്നേ ഒരു കടലക്കാരൻ വന്നിട്ടുണ്ട്, കടല വിറ്റ് നല്ല ഗരം മസാല. ഞാനിതാ ട്രാവൽ ചെയ്യുന്ന സമയത്തില്ല ഇവിടുത്തെ ഒരു നോർമൽ ചാവലാട്ടോ. എന്ന് വെച്ചാൽ ഇവിടുത്തെ വില്ലേജിലൊക്കെ കിട്ടുന്ന ഒരു ചാവലാണ്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടോ. ഇവിടുത്തെ കുറച്ച് ആളുകളൊക്കെ വാങ്ങിയാണ്. അപ്പോൾ ഇതൊരു 100 രൂപക്കാണ്. ഇതിൽ സാധാ സബ്ജി ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ മീൻ കറി ഉണ്ട് കേട്ടോ. ഇത് കഴിച്ചോട്ടെ. ഒരു പ്ലേറ്റ് അഡീഷണൽ കിട്ടിയാണ്. ഇതിൻ്റെ ഉള്ളിലും കംപ്ലീറ്റ് ആളുകളാട്ടോ. തിരക്കും തിക്കും അങ്ങനെ അവസാനം ഒരു സീറ്റ് കിട്ടിയാണ്. പിന്നെ ഓരോ സ്റ്റേഷൻ എത്തുന്ന സമയത്തുള്ള ഒരുപാട് കച്ചവടക്കാരെ ഒന്നും പറയാനും വയ്യ, കുറേ ഒച്ചപ്പാട് കേട്ടോ. ഇതിപ്പോൾ ഒരു സ്റ്റേഷനിൽ നിർത്തിയതാണ്. കച്ചവടക്കാരെ കൊണ്ട് അടിമിടി നായാട്ടോ. ഇതേതായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കാം കേട്ടോ. ഇത് നോക്കിയാൽ നമ്മൾ നേരത്തെ വാങ്ങിയ ഒരു നോർമൽ ചാവലാണ്. ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ. നല്ല അടിപൊളി സാധനങ്ങൾ കണ്ടിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ആലുവിൻ്റെ ഒരു കറി ഉണ്ട്, പിന്നെ ആലു ഭുജി ഉണ്ട്, പിന്നെ ഇത് ഫിഷ് കറി കേട്ടോ. നമുക്ക് 2 ചോയ്സ് ഉണ്ട്, ഫിഷ് കറി എടുക്കാം അല്ലെങ്കിൽ അണ്ടാക്കറി എടുക്കാം. ഇത് ചാവലാണ്. പിന്നെ ഒരു ദാലിൻ്റെ കറി കേട്ടോ. പിന്നെ വെള്ളം ഇന്ത്യക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇത് കഴിച്ചിട്ട് ഇനിയിപ്പോൾ പതുക്കെ പോട്ടെ. ഇനിയും ഒരു 2.5 ദിവസം ട്രെയിൻ തന്നെയാണ്. അത്യാവശ്യം ലോങ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലോങ് ഓടുന്ന ട്രെയിനാണ്. അതും ജനറലിൽ പോകാനുള്ള ഭാഗ്യം കിട്ടിട്ടോ. അതാണ് വല്ലാത്തൊരിത്. കഴിച്ചിട്ട് കാണാം. എന്തായാലും അത്യാവശ്യം ക്വാളിറ്റി തോന്നുന്നുണ്ട്. നമ്മളെ യാത്ര ചെറുങ്ങനൊന്നും ബ്ലോക്ക് ആയിട്ട് അതൊക്കെ ട്രെയിൻ അവിടെ നിർത്തിയിരിക്കുകയാണ്. ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ്. ഇന്നൊക്കെ ഇവിടെ ഉണ്ടില്ല ഒരാൾ ട്രാക്കിൽ അവിടെ കിടക്കുന്നുണ്ടോ. അതുകൊണ്ട് ട്രെയിൻ ഇവിടെ ബ്ലോക്കായി. ആത്മഹത്യാ ശ്രമം എന്തോന്ന് അറിയില്ല. അത് നോക്കി അവിടെ ഉണ്ടോ ട്രാക്കിൽ ഒരാൾ കിടക്കുന്നത്. അയാളെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. വെള്ളമടിച്ച് വീണാ ഒന്നും അറിയില്ല. വെള്ളമടിച്ച് വീണാണോ ആത്മഹത്യാ ശ്രമം എന്തോന്നും അറിയില്ല. എന്തായാലും നമ്മൾ അവിടെയൊക്കെ പോയി നോക്കട്ടെ കേട്ടോ. ഈ ഒരു ട്രെയിനിലാണ് നമ്മൾ പോണേ.
നോക്കാം. ഞാനിതാ ഇവിടുന്ന് ഈ ഒരു കേക്ക് വാങ്ങിയ കേട്ടോ. ഇവിടെ 30 രൂപേൻ്റെ 20 രൂപേൻ്റെയൊക്കെ കേക്ക് ഉണ്ട്. ഇപ്പം ഈ ഒരു പയ്യൻ്റെ അടുത്തുനിന്നല്ലേ 30 രൂപേൻ്റെ കേക്കാണ്. കുറച്ച് ലാഭം ഉണ്ട്. എന്താ വെച്ചാൽ ഇവിടെ അടിക്കട്ടെ കച്ചവടക്കാരനുണ്ടോ ഈ മൂപ്പരടുത്ത് കോമ്പ് പിന്നെ അതേപോലെ തന്നെ ബ്രഷ് കാര്യങ്ങളുണ്ട്. ഇത് കാണുന്നില്ല. ഇവിടുന്ന് ഏതെങ്കിലും ഒന്ന് എടുക്കണ്ടോ. ഈ ഒരു സ്ക്രീൻ ഉണ്ടോ, ഇത് ഹിജഡയാണെന്ന് പറഞ്ഞിട്ട് ആളുകളെ ഇതിൻ്റെ പൈസ കുത്തി പിടിച്ച് വാങ്ങാട്ടോ. ഇത് സാധാ നോർമല് ചേച്ചനാണ്. എന്നിട്ട് ഹിജഡയാണെന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് നിന്ന് പൈസ വാങ്ങാട്ടോ. പിന്നെ വേറൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഹിജഡകൾ വന്ന് നമ്മളടുത്ത് ക്യാഷ് വാങ്ങി അപ്പോൾ നമ്മളടുത്ത് ക്യാഷ് വാങ്ങി നമ്മൾ ക്യാഷ് കൊടുക്കുക. അല്ലെങ്കിൽ അവരുടെ പ്രൈവറ്റ് പാർട്സൊക്കെ പൊക്കി നമുക്ക് കാണിച്ചു തരും. അങ്ങനെ അത്രയും പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടുത്തെ പല ആളുകൾ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരോട് നമ്മൾ IRTCയിൽ വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ സപ്ലൈസിനോടൊക്കെ ഈ കാര്യം പറഞ്ഞു. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ്ടില്ലേ ഈ ഒരു ചേച്ചി പോകുന്നത് ആളുകളായിട്ട് പൈസ വാങ്ങുക, കാര്യങ്ങളും ചെയ്യുക. ഈ ഹിജഡൊന്നുമല്ല, എന്നാലും അങ്ങനെ പൈസ വാങ്ങണ്ട. നോക്കേ, ഇതാണ്ടോ ഇവിടുത്തെ ഒരു അവസ്ഥ. ഇതിപ്പോൾ ഒരു സ്റ്റേഷനിൽ എത്തിയതാട്ടോ. നമ്മളെ ട്രെയിന് ഒറീസ പിന്നെ അതേപോലെ തന്നെ ആന്ധ്ര ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഞാൻ ഇരിക്കണം. ഓക്കെ, ഇവിടെ കണ്ടില്ല ആളുകളെ മറ്റേ തൊട്ടിൽ കെട്ടിയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓ നോക്കാൻ തൊട്ടിൽ കെട്ടിയ ആളുകൾ കിടക്കുന്നുണ്ടോ. ഇടയ്ക്ക് ഇങ്ങനെ നിന്നുകാണ്ട് ഇങ്ങനെ ഒന്ന് ചാടണട്ടോ. കാലൊക്കെ ആകെ വെറുങ്ങലിച്ച് തുടങ്ങിയാണ്. ഹായ് പോലോ. ഹായ്. ഓക്കെ ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കിടക്കുന്നുണ്ടോ. ഇതാണ് ട്രെയിനിലെ അവസ്ഥ. ഒരു ദിവസം കഴിഞ്ഞു. ഞാനിതാ ഇതേ ഒരു ഇരിപ്പിലായിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നത്. എൻ്റെ മടിയിലാണ് കിടക്കണമെങ്കിൽ ഇങ്ങനെ രണ്ടാൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കംപ്ലീറ്റ് അവിടെ ഇവിടെയൊക്കെ ആളുകളാണ്. ഇനിയിപ്പോൾ അതാ ഇതിങ്ങനെ മന്ദം പോകുന്നുണ്ട്. ട്രെയിൻ കുറച്ചൊരു സ്പീഡ് ഇപ്പം ഇങ്ങനെ പതുക്കെ കൂടുന്നുണ്ട് കേട്ടോ. അങ്ങനെ യാത്ര അവസാനിക്കാൻ പോകട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയാവാനായി. ഞാൻ കുറച്ച് ആളുകളെ എനിക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഏകദേശം 3 ദിവസം ഉണ്ടായിരുന്നു. ജനറൽ ബോഗിയിലാണ്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇവിടെ കുറേ ആൾക്കാർ പുക വിടുന്നത്, കുറേ ആൾക്കാർ തണ്ണി അടിക്കണേ, കുറേ ആൾക്കാർ ബാത്റൂമിൻ്റെ അവസ്ഥ പറയാൻ വേണ്ട. ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടിട്ടോ. ഇവിടെ കുറച്ച് ആസാമീസ് ഉണ്ട്. ഇവർ നല്ല സപ്പോർട്ട് കേട്ടോ, നല്ല സ്നേഹം. ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങി തന്നു. ചായ പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ. നമ്മളിപ്പോൾ ഒരു നല്ല ഫ്രണ്ട്സായി മാറിട്ടോ. ഞാൻ എന്താ പറയാ, ഐസ് വെക്കണ്ട. Dipankar. Okay, nice to meet you. Okay, now काम करी भाव से बता रहे ईरान. Okay. मोकलेस अली. Okay. भैया अंकल कृष्णा. Okay. പറഞ്ഞോ. വാസിൻ. ഓക്കെ, രാത്രി ഞാൻ മൂത്രയിച്ചാൽ വന്നാട്ടോ. അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇത്. നോക്കേ, ബാത്റൂമിൽ വരെ ആളുകൾ ഇരിക്കണ്ടോ. ഇത്രയും കട്ട തിരക്കാണ്. ബാത്റൂമിലാണ് ആളുകൾ ഇരിക്കണത്. നോക്കി, ഇപ്പോൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ എനിക്കത് നേരെ മുന്നോട്ടേക്ക് പോകണം. അവിടെയും ക്ലോസ് ആണ്. ഈ ഒരു ബാത്റൂമാണ്. ഇതിനുള്ളിൽ ആരോ ഉണ്ട്. ഈ ഒരു ബാത്റൂം കംപ്ലീറ്റ് ആളുകളുണ്ടോ. അങ്ങനെ 3 ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ഇവിടെ വിരാമിടാൻ പോകട്ടോ. ഞാൻ ഇപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാൻ പോകണേ. അപ്പോൾ പയ്യന്മാരോട് യാത്ര പറയാം. ഭയ്യ ജാറാവും. ഓക്കെ, ഭയ്യ ജാറാവും. ഓക്കെ, താങ്ക് യു സോ മച്ച്. നൈസ് വീഡിയോ. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളുകളാട്ടോ. കുറച്ച് ആളുകളൊക്കെ ഇറങ്ങി. भैया जा रहा हूँ. ओके, थैंक यू भैया, जा रहा हूँ. ओके, कॉल करना है. ठीक है, कॉन्टैक्ट करना. अगर कोई हेल्प चाहिए तो कॉल. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ തൃശ്ശൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് 6 മണിക്ക് 6:45 ഒരു ട്രെയിൻ ഉണ്ട്. നേരെ ഇങ്ങോട്ടേക്കട്ടോ, പരപ്പനങ്ങാടി വഴി ഇങ്ങനെ കുറച്ച് ലോക്കൽ ഓടുന്ന. ഞാനിങ്ങനെ ഫൈനലി ഇപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടോ. ഈ ഒരു ട്രെയിനിലായിരുന്നു ഞാൻ വന്നിറങ്ങിയത്. ഒരുപാട് ബുദ്ധിമുട്ടി. അവിടെ കുറച്ച് ആളുകളോടൊക്കെ യാത്ര പറഞ്ഞതാ. എൻ്റെ ലഗേജ് ഇവിടെ വെച്ചാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് രാത്രി ഒരു 6:45 പരപ്പനങ്ങാടി പോകുന്ന ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട്. അത് പിടിച്ചിട്ട് പോകണ്ടോ. അതിലേക്ക് ഞാനിവിടെ പോസ്റ്റാണ്. അപ്പോൾ ഞാൻ കരുതി പുറത്ത് പോയിട്ട് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് നേരെ ഒരു 6:30 ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലഗേജ് ഇല്ലേ, ഇതിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് ഞാനത് ഈ ഒരു ഷോപ്പിൽ വന്നതാണ്. ഇവിടുത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരെ ഈ ഒരു ചേച്ചീൻ്റെ അടുത്ത് പോയിക്കാണ്ട് 2 പൊറാട്ടയും പിന്നെ കോഴിമുട്ടി ഓർഡർ ചെയ്തിട്ടുണ്ടോ. ചേച്ചി ഓർഡർ എടുക്കണ്ടേ. നോക്കെ, എൻ്റെ സ്പെഷ്യലാണ്. പോരത്തെ ചേച്ചി പോരത്തെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. യൂട്യൂബറൊന്നും പറയില്ലേ. അപ്പോൾ അല്ല, ഞാൻ കുറേ കാലമായി ഈ പൊറാട്ടയും കോഴിമുട്ടിയും കഴിച്ചിട്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. കാരണം ഇതുവരെയൊക്കെ എന്തായിരുന്നു മറ്റേ ഇതില്ലേ, അത് പത്തിരിയല്ല ഗോതമ്പിൻ്റെ
ആ ഒരു സാധനം നോർത്ത് ഈസ്റ്റത്തെ ആ സമയത്ത്. അപ്പോൾ ഇനി എന്തായാലും ഇത് കഴിക്കട്ടെ. നല്ല ചായ ഉണ്ട്. പിന്നെ ഇപ്പോൾ എന്തോ ഇവിടെ എന്തോ പള്ളിപ്പെരുന്നാൾ എന്തോ ക്രിസ്ത്യൻസിൻ്റെ എന്തോ നടക്കുകയാണ്. പിന്നെ ഞായറാഴ്ചയാണ്, അതുകൊണ്ട് ഷോപ്പൊക്കെ കംപ്ലീറ്റ് ക്ലോസ് ആണ്. ഞാനെന്താ ഭക്ഷണം കഴിച്ച് ഇവിടെ വന്നു. ഇപ്പോൾ ടിക്കറ്റ് എടുക്കണ്ടോ, കാരണം ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ പരപ്പനങ്ങാടിക്ക് പോകണം. ഭക്ഷണം കഴിച്ചു. ഓക്കെ, അത്ര വലിയ ക്യൂ ഒന്നുമില്ല. ഇവിടെ സ്കാനറും ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് സ്കാനർ വഴി എടുക്കാം. എൻ്റെ കയ്യിൽ ഹാർഡ് മണി ഇല്ല കേട്ടോ. ചില സ്ഥലങ്ങളിലൊന്നും ഗൂഗിൾ പേ വർക്കിംഗ് അല്ല. റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നമില്ല. ഞാൻ വരി നിൽക്കാം കേട്ടോ. ഇവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. ഞാൻ ഭക്ഷണം കഴിച്ചു, ടിക്കറ്റ് എടുത്ത് നേരെ പ്ലാറ്റ്ഫോമിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് 7 മണിക്കാണ് നമ്മൾ ട്രെയിൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഓരോ ട്രെയിൻ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ട്. ഈ ഒരു ട്രെയിൻ കണ്ടോ, ഈ ഒരു ട്രെയിനിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. പിന്നെ വേറെ സമയം എന്ന് വെച്ചാൽ ഈ ട്രെയിനിൽ കംപ്ലീറ്റ് ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ്. അതുകൊണ്ട് സീറ്റിൻ്റെ അവൈലബിലിറ്റി കൂടുതലായിരിക്കും. പോയി നോക്കട്ടോ. ഇന്ന് നോക്കേ, ഇതിലധികം ജനറൽ കമ്പാർട്ട്മെൻ്റ് ആട്ടോ. ഇത് സെക്കൻഡ് ക്ലാസ് ആണ്. എന്നൊക്കെ ഏകദേശം സെക്കൻഡ് ക്ലാസ് ആണ്. പിന്നെ AC ചെയർ കാർ ഉണ്ട്. അതിലേതായാലും നമ്മൾ കയറാൻ പോകുന്നില്ല. ഈ ലഗേജ് എടുത്ത് നേരെ വണ്ടി കയറട്ടോ. ഏകദേശം ആൾ കുറവുള്ള ഒരു ബോഗിയിലാണ് നമ്മൾ കയറേണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് 2.5 മണിക്കൂറിൻ്റെ യാത്ര ഉണ്ട് കേട്ടോ. എന്നാലും പോയി നോക്കാം. ഇതാണ് ട്രെയിൻ. അപ്പോൾ ഇനി കൂടുതലൊന്നും പറഞ്ഞാൽ ഓടിച്ചാടി കയറാനിതാ ഈ ഒരു ട്രെയിനിൽ വന്ന് ഇറങ്ങി കേട്ടോ. ഇത് പരപ്പനങ്ങാട് റെയിൽവേ സ്റ്റേഷനാണ്. എൻ്റെ ലഗേജ് ഇതാ. ഈ ഒരു ട്രെയിൻ ഇവിടെ ആകെ കുറച്ച് നേരം നിർത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജ്യേഷ്ഠൻ വരാമെന്ന് പറഞ്ഞാണ്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ. എനിക്ക് വിളിക്കണം. വിളിച്ച് കഴിഞ്ഞാൽ ഓൻ വരും. എന്നിട്ട് നേരെ ബാക്ക് ടു ഹോം ഉണ്ടാവും. ഇന്ന് ഈ ഒരു യാത്രയിൽ കോഴിക്കോട് വിട്ട എൻ്റെ ജ്യേഷ്ഠനായിരുന്നു. നേരെ എന്നെ പരപ്പനങ്ങാടിയിൽ നിന്ന് പിക്ക് ചെയ്യാൻ വരുന്നു ജ്യേഷ്ഠനെ കേട്ടോ. കാരണം ആ ഒരു സൈഡിലായിട്ട് അവിടെ എവിടെ ഉണ്ടാവും. പോയി നോക്കട്ടെ കേട്ടോ. ഇവിടെ പരപ്പനങ്ങാടി കേട്ടോ. എൻ്റെ ലഗേജും കാര്യങ്ങളും ഇവിടെ വെച്ച് ഇത് നോക്കേ. ഞാൻ കംപ്ലീറ്റ് ഡ്രസ്സ് മാറി കേട്ടോ. ഒക്ടോബർ 9 ഓർമ്മ ഉണ്ടോ? നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ ഈ ഒരു യാത്ര തുടങ്ങി. ആ സമയത്ത് എൻ്റെ ബ്രോ ഉണ്ടായിരുന്നു കൂടെ. ആയിരുന്നു രാത്രി എത്ര സമയം? 9:45 10 മണി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോട്ടെ. ഈ ഒരു ബൈക്കിൽ ഈ ലഗേജൊക്കെ കയറ്റണം. ഞാൻ പറഞ്ഞു തന്നെ ഒക്ടോബർ 9, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇത് ശരിക്കും പറഞ്ഞാൽ നവംബർ എത്ര 24 ഏകദേശം ഒരു 1.5 മാസം എടുത്തൊരു ട്രാവലായിരുന്നു. അപ്പോൾ ഇനി നേരെ ബാക്ക് ടു ഹോം ഉണ്ടാവും. ഓക്കെ, ഇത് കയറ്റിയാലോ? കയറ്റില്ലേ? ഓറല്ലേ? ഞാനിതാ VK പടി ഇവിടെ ഒരു ബേക്കറിയിൽ വന്നാട്ടെ. ഞാൻ സ്ഥിരം വരുന്ന ബേക്കറിയാണ്. ഞാൻ എൻ്റെ വീഡിയോസ് ഇപ്പം കാണട്ടെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലാണ് വീഡിയോ ആണ്. എങ്ങനെയുണ്ട്? നല്ല മലയാളം സംസാരിക്കട്ടോ. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പരിപാടി എന്താ വെച്ചാൽ വീട്ടിലേക്ക് പോകല്ല. അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്. അവർക്ക് സ്വീറ്റ്സ് എന്തെങ്കിലും വാങ്ങട്ടോ. ഇപ്പോൾ ഏകദേശം സമയം ഒരു 10 മണി 10:30 ഒക്കെ ആയിക്കണേ. സ്വീറ്റ്സ് തരും. മുട്ടായി ഉണ്ടോ? ഇവനോട് മലയാളം പറഞ്ഞാൽ മതി കേട്ടോ. എനിക്ക് മനസ്സിലാവും. എന്തെങ്കിലുമൊക്കെ എടുത്തോ, കുഴപ്പമില്ല. ഇത് എത്ര? ഇതൊന്നും എടുത്തോ. ഓക്കെ, അങ്ങനെ ഞാൻ ഫൈനലി എൻ്റെ വീട്ടിലെത്തിട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും. എന്താ പറയാനുള്ള എല്ലാ യാത്ര കഴിഞ്ഞ് കൊണ്ടേക്കും എല്ലാവർക്കും കൊടുത്താ ഓട്ടെ. എല്ലാ യാത്ര കഴിഞ്ഞ് വന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുണ്ടായില്ല. വേറെ എന്താ പറയാനാ? ബിരിയാണില്ലേ? ചിക്കൻ പൊരിച്ചോ? ചിക്കൻ പൊരിച്ചത്. വേറെന്താ പറയാനുള്ളത്? എന്തെങ്കിലുമൊക്കെ പറയണേ. ആൾക്കാർ കേൾക്കുന്ന ക്യാമറ ഓണാക്കിയാണ് ആൾക്കാർ കേൾക്കുന്നത്. ഞാൻ എന്തായാലും ഭക്ഷണം കേട്ടോ. ഇപ്പോൾ വീട്ടിലെത്തി. ഇപ്പോൾ സമയം എത്രയായി? 11 മണി 10:45. അപ്പം ഭക്ഷണം കഴിക്കണം കാണട്ടോ. എന്നൊന്നും കാണിച്ചാ. അങ്ങനെ ഇനി ഒന്നും നോക്കാനില്ല. നേരെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. ഇവിടെ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇതാ വീട്ടിൽ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ട്. പിന്നെ ഇതാ നല്ലതുണ്ട് കേട്ടോ. കച്ചമ്പറ് ഇതിൻ്റെ ഉള്ളിലോട്ടാണ്. അപ്പോൾ ഞാനുണ്ട് ജ്യേഷ്ഠനുണ്ട്. രണ്ടാളും കൂടെ ഭക്ഷണം കഴിക്കാം കേട്ടോ. ഉമ്മാനെ കണ്ടു. ഇവരെ കുറേ ആൾക്കാർ ഉറങ്ങാണ്. പിന്നെ നമ്മൾ മുട്ടായി കൊടുത്താണ്. അവർക്ക് എല്ലാവർക്കും കൊടുത്തു. ഇപ്പോൾ 2-3 ആളുകളുള്ളൂ. ഒരു മൂത്തച്ചി ഇവിടെ മൂത്തച്ചിൻ്റെ കുടുംബത്തിൽ നിന്നൊരു കല്യാണമായിരുന്നു. അപ്പോൾ ഒരു മൂത്തച്ചി അവിടെ തന്നെയാണ്. അതുകൊണ്ട് കുറച്ച് കുട്ടികളെ മിസ്സിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ കുറച്ച് ആളുകൾ ഉറങ്ങാണ്. കൂടുതൽ പറഞ്ഞില്ല. എൻ്റെ ഇതല്ല വീഡിയോ. അപ്പോൾ എന്താ വെച്ചാൽ നോർത്ത് ഈസ്റ്റ് സൈക്കിൾ റൈഡ് എന്തായാലും അവസാനിച്ചു. പിന്നെ വേറൊരു സംഗതി കൂടി ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മളെ സൈക്കിള് പാർസൽ ചെയ്ത് വരുന്നുള്ളൂ. ഇന്നാണ് അവിടുന്ന് സൈക്കിൾ പോകുന്നത്. അപ്പോൾ 24-ാം തീയതിയാണ് ഇന്ന്. 22-ാം തീയതിയാണ് ഞാൻ അവിടുന്ന് കയറിയത്. അപ്പോൾ ഇനിയും 2 ദിവസം കഴിഞ്ഞിട്ട് അവിടെ എത്തുള്ളൂ. ആ സമയത്ത് ഞാൻ എറണാകുളത്ത് പോയി സൈക്കിൾ എടുക്കും. എന്നിട്ട് അവിടെ നിന്ന് റൈഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ട്രെയിനിലൊക്കെ കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനോ. കൂടുതലൊന്നും പറയുന്നില്ല. ടിക്കറ്റ് ഓക്സിൻ്റെ മറ്റൊന്നും എപ്പിസോഡ് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോട് കൂടെ. കാരണം
ഗുഡ് ബൈ.